Today we are going to discuss about the anomalous properties of fluorine. Fluorine differs from the rest of the group 17 members due to small size, high electronegativity, high ionization enthalpy, and fourth one, non-availability of valence shell d orbitals. Then its anomalous properties. First one, fluorine does not have d orbitals in its valence shell, hence covalency of F rarely exceeds 1. But higher halogen have valence shell d orbitals, so they show higher covalencies. അപ്പോൾ ഫ്ലൂറിൻ എപ്പോഴും 1 ആണ് അതിൻ്റെ കോവാലൻസി വരുന്നത് അല്ലേ. പക്ഷേ ഹയർ ഹാലജൻസിൽ വാലൻസ് ഷെൽ ഡി ഓർബിറ്റൽസ് ഉള്ളതുകൊണ്ട് തന്നെ അത് ഹയർ കോവാലൻസീസ് കാണിക്കുന്നുണ്ട്. ഇനി രണ്ടാമത്തത്, എഫ് ക്യാൻ ഹാവ് ഓൺലി നെഗറ്റീവ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്. -1 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് ഫ്ലോറിൻ കാണിക്കുന്നത്. ബട്ട് അതർ ഹാലജൻ ക്യാൻ ഷോ നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്സ്. Next, third one, F does not form any polyhalides because of absence of d orbitals in its valence shell, but higher halogen forms Br3-, I3-, Cl3-, but not F3-. അപ്പോൾ ഫ്ലോറിന് പോളിഹാലൈഡ്സ് ഫോം ചെയ്യുന്നില്ല, ഹയർ ഹാലജൻസ് എല്ലാം പോളിഹാലൈഡ്സ് ഫോം ചെയ്യുന്നുണ്ട്. കാരണം എഫിൽ ആബ്സെൻസ് ഓഫ് ഡി ഓർബിറ്റൽസ് ആണ്. ഇനി ഫോർത്ത് വൺ, ഡ്യൂ ടു the repulsion between the lone pair of electrons around the relatively small fluorine atoms, the FF bond in F2 has a low dissociation energy and the bond is weaker than other halogen molecules. So F2 is most reactive among the halogens. അപ്പോൾ റിപ്പൾഷൻ ഉണ്ട് അല്ലേ, ലോൺ പെയർ റിപ്പൾഷൻ ഉണ്ട് FF ബോണ്ടിൽ. അതുകൊണ്ട് തന്നെ അവിടെ ലോ ഡിസോസിയേഷൻ എനർജിയാണ്. ബട്ട് ഹയർ ഹാലജൻസിൽ അവിടെ ബോണ്ട് ഡിസോസിയേഷൻ എനർജി എന്ന് പറയുന്നത് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഫ്ലൂറിൻ എന്ന് പറയുന്നത് മോസ്റ്റ് റിയാക്റ്റീവ് എലമെൻ്റ് ആണ്. ഇനി ഫിഫ്ത്ത് വൺ, ദ ഇഫക്റ്റ് ഓഫ് സ്മാൾ സൈസ് ആൻഡ് ഹൈ ഇലക്ട്രോനെഗറ്റിവിറ്റി ഓഫ് ഫ്ലൂറിൻ ഇൻ HF, സ്ട്രോങ് ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് ബട്ട് നോട്ട് ഇൻ HCl, HBr ആൻഡ് HI അല്ലേ. സ്മാൾ സൈസും ഹൈ ഇലക്ട്രോനെഗറ്റിവിറ്റിയും ഉണ്ട് ഫ്ലൂറിന്, അതുകൊണ്ട് തന്നെ അത് ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് കാണിക്കുന്നുണ്ട്. ബട്ട് HCl, HBr, HI ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് ഇല്ല. ഇനി സിക്സ്ത് വൺ, ഡ്യൂ ടു ദി വെരി ഹൈ ഡിസോസിയേഷൻ എനർജി ഓഫ് ദി HF ബോണ്ട്. വെരി ഹൈ ഡിസോസിയേഷൻ എനർജിയാണ് HF ബോണ്ടിൽ, അതുകൊണ്ട് തന്നെ HF വീക്ക് ആസിഡാണ് അക്വസ് സൊല്യൂഷനിൽ. The hydrates of other halogen behave as strong acid. Okay. HF is seventh. HF is the most reactive of the halogen acids. Most reactive ആണ്, weak acid ആണ്, അതുപോലെ തന്നെ most reactive ആണ്. halogen acids most reactive ആണ്. HF can attack glass whereas the other halogen acids cannot. അപ്പോൾ HF glass ആയിട്ട് അറ്റാക്ക് ചെയ്യുന്നുണ്ട്. ഇനി eighth one, the salts of HF differ from the salts of HCl, HBr and HI. That is, AgF is soluble in water while AgCl, AgBr and AgI are insoluble. അപ്പോൾ അതിൻ്റെ സാൾട്സ്, HFൻ്റെ സാൾട്സ് മറ്റുള്ള സാൾട്സിനേക്കാളും ഡിഫർ ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? AgF സോലുബിൾ, വാട്ടറിൽ സോലുബിൾ ആണ്. AgCl, AgBr, AgI ഒക്കെ ഇൻസോലുബിൾ ആണ്. Then calcium fluoride is insoluble in water while the other calcium halides are soluble. അപ്പോൾ ഇത്രയാണ് anomalous properties of fluorine. നെക്സ്റ്റ് ഓക്സോ ആസിഡ്സ് ആണ്. ഓക്സോ ആസിഡ്സ് അല്ലെങ്കിൽ ഓക്സി ആസിഡ്സ് ഓഫ് ഹാലജൻസ്. ഡ്യൂ ടു ഹൈ ഇലക്ട്രോനെഗറ്റിവിറ്റി ആൻഡ് സ്മോൾ സൈസ് ഓഫ് ഫ്ലൂറിൻ ഫോംസ് ഓൺലി വൺ ഓക്സോ ആസിഡ്സ്, HOF, that is hypofluorous acid. Several oxo acids of other halogen are known, but most of them cannot be isolated in pure state. Then oxo acids of chlorine, ഇതിൽ പഠിക്കാനുള്ളത് hypochlorous acid. 4 oxo acids of chlorine ആണ് പഠിക്കാനുള്ളത്. അതിൽ HOCl, hypochlorous acid, weak monobasic acid ആണ്. pKa വാല്യൂ എന്ന് പറയുന്നത് 7.52 ആണ്. Then HOCl വാട്ടർ ആയിട്ട് ഡിസോസിയേറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഡിസോസിയേഷൻ ഇക്വേഷൻ ആണ് കൊടുത്തത്, H3O+, OCl-.
ഇനി അതിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് sp3 ഹൈബ്രിഡൈസ്ഡ് സ്ട്രക്ചറാണ്, ആംഗുലാർ ആണ്. ദെൻ sp3 ഓർബിറ്റൽ കണ്ടെയ്നിങ് ലോൺ പെയർ അല്ലേ, ഇവിടെ 3 ലോൺ പെയർ ഉണ്ട്. ദെൻ ഇതിൻ്റെ OH ബോണ്ട് ലെങ്ത് എന്ന് പറയുന്നത് 97 പൈക്കോമീറ്റർ ആണ്. ദെൻ HOCl ബോണ്ട് ആംഗിൾ എന്ന് പറയുന്നത് 104.5 ഡിഗ്രി. നെക്സ്റ്റ് ഇത് OCl സിഗ്മ ബോണ്ട് ഫോം ചെയ്യുന്നുണ്ട്. അതിൽ ക്ലോറിൻ്റെ sp3 ഓക്സിജൻ്റെ p ഓർബിറ്റലും തമ്മിൽ ഓവർലാപ്പ് ചെയ്തിട്ടാണ് അവിടെ ClO ബോണ്ട് ഫോം ചെയ്യുന്നത്. ഇതാണ് ഹൈപ്പോക്ലോറസ് ആസിഡ്. ഇനി ക്ലോറസ് ആസിഡ് എന്ന് പറയുമ്പോൾ വീക്ക് മോണോബേസിക് ആസിഡ് ആണ്. അതിൽ pKa വാല്യൂ എന്ന് പറയുന്നത് 1.96 ആണ്. അതിൻ്റെ ഡിസോസിയേഷൻ ഇക്വേഷൻ ആണ് HClO2 പ്ലസ് H2O gives H3O പ്ലസ് പ്ലസ് ClO2 മൈനസ്. pKa വാല്യൂ എന്ന് പറയുന്നത് 1.96 ആണ്. അതിൻ്റെ ഡിസോസിയേഷൻ ഇക്വേഷൻ ആണ് താഴെ കൊടുത്തത്. ഇനി അതിൽ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ ആംഗുലാർ സ്ട്രക്ചർ ആണ്. sp3 ഹൈബ്രിഡൈസേഷൻ ആണ് ക്ലോറിൻ. അതിൽ സിഗ്മ പൈ 2 ബോൺസ് വരുന്നുണ്ട് അല്ലേ. അവിടെ ക്ലോറിൻ്റെ sp3 ഓർബിറ്റിലും ഓക്സിജൻ്റെ p ഓർബിറ്റിലും ഹെഡ് ഓൺ ഓവർലാപ്പ് ചെയ്തിട്ട് അവിടെ സിഗ്മ ബോണ്ട് ഉണ്ടാവുന്നുണ്ട്. അതുപോലെ പൈ ബോണ്ട് ഉണ്ടാവുന്നത് എങ്ങനെയാണ്, ക്ലോറിൻ്റെ d ഓർബിറ്റിലും ഓക്സിജൻ്റെ p ഓർബിറ്റിലും ലാറ്ററൽ ഓവർലാപ്പ് ചെയ്തിട്ട് d പൈ p പൈ ബോണ്ട്. അപ്പോൾ നമ്മളെ ബോൺസ് ഇവിടെ കാണാം, 2 ലോൺ പെയർ ഉണ്ട്. ദെൻ സിഗ്മ ബോണ്ട് Clഉം Oയും അല്ലേ, ക്ലോറിനും ഓക്സിജനും തമ്മിൽ സിഗ്മ ബോണ്ടും ഡബിൾ ബോണ്ടും ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ സിഗ്മ പൈ ബോൺസ് ഉണ്ട്. സിഗ്മ ബോണ്ട് ഉണ്ടാകുന്നത് ക്ലോറിൻ്റെ sp3യും ഓക്സിജൻ്റെ p ഓർബിറ്റിലും ഹെഡ് ഓൺ ഓവർലാപ്പ് ചെയ്തിട്ടാണ്. അതുപോലെ പൈ ബോണ്ട് ഉണ്ടാകുന്നത് ക്ലോറിൻ്റെ d ഓർബിറ്റിലും ഓക്സിജൻ്റെ p ഓർബിറ്റിലും ലാറ്ററൽ ഓവർലാപ്പ് ചെയ്തിട്ടാണ്. ഓക്കെ, ഇനി മൂന്നാമത്തത് ക്ലോറിക് ആസിഡ് ആണ്, HClO3. ഇത് സ്ട്രോങ് മോണോബേസിക് ആസിഡ് ആണ്. അതിൻ്റെ pKa വാല്യൂ എന്ന് പറയുന്നത് -1 ആണ്. ദെൻ അതിൻ്റെ ഡിസോസിയേഷൻ ഇക്വേഷൻ ആണ് HClO3 ഡിസോസിയേറ്റ് ചെയ്തിട്ട് HClO4ഉം Cl2ഉം ഓക്സിജനും വാട്ടറും. അതുപോലെ തന്നെ എങ്ങനെ ഉണ്ടാകുന്നുണ്ട്, HClO4ഉം ClO2ഉം H2O ആയിട്ട് അത് ഡിസോസിയേറ്റ്, 2 ടൈപ്പ് ഡിസോസിയേഷൻ ആണ്. ഇനി അക്ക സൊല്യൂഷൻ്റെ ഡിസോസിയേഷൻ ഇക്വേഷൻ ആണ് താഴെ കൊടുത്തത്. ദെൻ HClO3 പ്ലസ് H2O gives H3O പ്ലസ് പ്ലസ് ClO3 മൈനസ്. ദെൻ sp3 ഹൈബ്രിഡൈസ്ഡ് സ്ട്രക്ചർ ആണ്, പിരമിഡൽ സ്ട്രക്ചർ ആണ്. ഒരു ലോൺ പെയർ ആണുള്ളത്, സിഗ്മ ബോണ്ടും പൈ ബോണ്ടും ഉണ്ട് അല്ലേ. അപ്പോൾ sp3 ഹൈബ്രിഡൈസ്ഡ് ക്ലോറിൻ്റെ sp3 ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റിലും ഓക്സിജൻ്റെ p ഓർബിറ്റിലും ഹെഡ് ഓൺ ഓവർലാപ്പ് ചെയ്തിട്ട് സിഗ്മ ബോണ്ട് ഉണ്ടാവുന്നുണ്ട്. അതുപോലെ ക്ലോറിൻ്റെ d ഓർബിറ്റിലും ഓക്സിജൻ്റെ p ഓർബിറ്റിലും ലാറ്ററൽ ഓവർലാപ്പ് ചെയ്തിട്ട് d പൈ p പൈ ബോണ്ട്, ദാറ്റ് ഈസ് പൈ ബോണ്ട് ഇവിടെ ഫോം ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി പെർ ക്ലോറിക് ആസിഡ് HClO4, അതിൻ്റെ അക്ക സൊല്യൂഷനിലെ ഡിസോസിയേഷൻ ആണ് നമ്മൾ കാണിക്കുന്നത്. HClO4 പ്ലസ് H2O gives H3O പ്ലസ് പ്ലസ് ClO4 മൈനസ്. വെരി സ്ട്രോങ് മോണോബേസിക് ആസിഡ് ആണ്. pKa വാല്യൂ എന്ന് പറയുന്നത് -16 ആണ്. ഇറ്റ് ഈസ് ദി മോസ്റ്റ് സ്റ്റേബിൾ ഓക്സോ ആസിഡ്സ് ഓഫ് ക്ലോറിൻ. ഇതിൽ ബോണ്ട് ലെങ്ത് എന്ന് പറഞ്ഞാൽ Cl ഡബിൾ ബോണ്ട് O ബോണ്ട് ലെങ്ത് 140.8 പൈക്കോമീറ്റർ ആണ്. ClOH ബോണ്ട് ലെങ്ത് എന്ന് പറയുന്നത് 163.5 പൈക്കോമീറ്റർ ആണ്. അതിൽ സിഗ്മ ബോണ്ട് എന്ന് പറയുന്നത് എങ്ങനെ ഉണ്ടാവുന്നത്, ക്ലോറിൻ്റെ sp3 ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റിലും ഓക്സിജൻ്റെ p ഓർബിറ്റിലും ഹെഡ് ഓൺ ഓവർലാപ്പ് ചെയ്തിട്ടാണ് സിഗ്മ ബോണ്ട് ഉണ്ടാവുന്നത്. അതുപോലെ ക്ലോറിൻ്റെ d ഓർബിറ്റിലും ഓക്സിജൻ്റെ p ഓർബിറ്റിലും ലാറ്ററൽ ഓവർലാപ്പ് ചെയ്തിട്ടാണ് പൈ ബോണ്ട് ഫോം ചെയ്യുന്നത്. പിന്നെ അതിൻ്റെ OCO ബോണ്ട് ആംഗിൾ എന്ന് പറയുന്നത് 105.8. അപ്പോൾ സിഗ്മ ബോണ്ടും അതുപോലെ പൈ ബോണ്ടും നമ്മളിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ OCO ബോണ്ട് ആംഗിൾ എന്ന് പറയുന്നത് 112.8 ഡിഗ്രി. ഇനി അതിൻ്റെ അസിഡിക് സ്ട്രെങ്ത് ആണ് പറയുന്നത്. അസിഡിക് സ്ട്രെങ്ത് ഓഫ് ഓക്സോ ആസിഡ്. Acid strength of oxo acids of chlorine increases with increase in the oxidation number of chlorine. അപ്പം ക്ലോറിനിലെ ഓക്സിഡേഷൻ നമ്പർ കൂടുന്നതിനനുസരിച്ച് അതിൻ്റെ അസിഡിക് സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്യാണ്. ഇതിൽ ക്ലോറിൻ്റെ +1 ആണ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്, ഇതിൽ +3 ആണ്, ഇതിൽ +5 ആൻഡ് +7. ഏറ്റവും കൂടുതൽ
ആസിഡിക് സ്ട്രെങ്ത് ഉള്ളത് ഏതാണ്? HClO4 ആണ്. അപ്പോൾ ഓക്സിഡേഷൻ നമ്പർ, ക്ലോറിൻ്റെ ഓക്സിഡേഷൻ നമ്പർ കൂടുന്നതിനനുസരിച്ച് അതിൻ്റെ ആസിഡിക് സ്ട്രെങ്ത് കൂടാണ്. അപ്പോൾ pK വാല്യൂ കണ്ടാൽ തന്നെ നമുക്കറിയാം -16 ആണ് അല്ലേ. pK വാല്യൂ ഏറ്റവും കുറവുള്ളത് -16 ആണ്. അപ്പോൾ ഏറ്റവും ആസിഡിക് സ്ട്രെങ്ത് ഉള്ളത് ClO4 ആണ്. അതിൻ്റെ ഡിസോസിയേഷൻ ഇക്വേഷൻ നമ്മൾ ജനറലായിട്ട് എഴുതുമ്പോൾ എങ്ങനെ എഴുതും? HClON aqueous plus H2O gives H3O plus Cl minus. Then the order of acidic strength of the oxo acids of chlorine on the basis of stability of conjugate base. അപ്പോൾ കോൺജുഗേറ്റ് ബേസിൻ്റെ സ്റ്റെബിലിറ്റിക്ക് അനുസരിച്ച് അതിൻ്റെ acidic strength കൂടും. The greater the stability of the conjugate base, the lower will be its basic strength. സ്റ്റെബിലിറ്റി കൂടുന്നതിനനുസരിച്ച് ബേസിക് സ്ട്രെങ്ത് കുറയാണ് ചെയ്യുക, പക്ഷേ acidity കൂടുകയാണ് ചെയ്യുന്നത്. And the stronger will be the acid HClON. The conjugate base of strong acid is weak and vice versa. അപ്പോൾ നമ്മൾ സ്റ്റെബിലിറ്റി ഓർഡറാണ് ഇവിടെ കൊടുത്തത്. അപ്പോൾ ഏറ്റവും കൂടുതൽ ClO4 മൈനസ് കോൺജുഗേറ്റ് ബേസിൻ്റെ ClO4 മൈനസ്, ഇത് കോൺജുഗേറ്റ് ബേസ് ആണ്, അതിൻ്റെ സ്റ്റെബിലിറ്റി ഓർഡറാണിത്. അപ്പോൾ ഏറ്റവും സ്റ്റെബിലിറ്റി ഉള്ളത് ClO4 മൈനസ്. അപ്പോൾ ബേസിക് സ്ട്രെങ്ത് നേരെ റിവേഴ്സ് ഓർഡറിലായിരിക്കും ബേസിക് സ്ട്രെങ്ത്. അപ്പോൾ ആസിഡിക് സ്ട്രെങ്ത് എന്ന് പറയുമ്പോൾ നമ്മൾ സ്റ്റെബിലിറ്റിൻ്റെ ഓർഡർ തന്നെ ആയിരിക്കും. അപ്പോൾ ഏറ്റവും കൂടുതൽ ആസിഡിറ്റി ഉള്ളത് ഏതിനാണ്? HClO4. ഓക്കെ. ഇനി interhalogen compounds. Halogen combines themselves to form a number of compounds of the type XX-, XX-3, XX-5 and XX-7. അപ്പോൾ ഇന്റർഹാലജൻ കോമ്പൗണ്ട്സ് പറഞ്ഞാൽ ഹാലജൻ തമ്മിൽ കമ്പൈൻ ചെയ്തിട്ട് നമ്പർ ഓഫ് കോമ്പൗണ്ട്സ് ഉണ്ടാവുന്നുണ്ട്. അതിനെ നമ്മൾ ഇന്റർഹാലജൻ കോമ്പൗണ്ട്സ് എന്ന് പറയും. അപ്പോൾ ഇതിൽ എക്സ് എന്ന് പറയുന്നത് ലാർജസ്റ്റ് സൈസ് ഹാലജനും എക്സ് ഡാഷ് എന്ന് പറയുന്നത് സ്മാളർ സൈസ് ഹാലജനാണ്. ദീസ് ആർ ഇന്റർഹാലജൻ കോമ്പൗണ്ട്സ്. ഇവിടെ നോക്കാം, ക്ലോറിൻ ഫ്ലൂറിൻ, അതുപോലെ ബ്രോമിൻ ഫ്ലൂറിൻ, അയഡിൻ ഫ്ലൂറിൻ, ബ്രോമിൻ Cl, അങ്ങനെ ഓരോ ഹാലജൻസ് തമ്മിൽ കമ്പൈൻ ചെയ്തിട്ട് ഉണ്ടാവുന്ന കോമ്പൗണ്ട്സിനെ പറയുന്ന പേരാണ് ഇന്റർഹാലജൻ കോമ്പൗണ്ട്സ്. എക്സാമ്പിളാണ് കൊടുത്തത്. അപ്പോൾ XX- എന്നുള്ള ആ ടൈപ്പിന് എക്സാമ്പിളാണ് നമ്മളിവിടെ കൊടുത്തത്. ഇനി XX-3 എന്നുള്ളതിനെ നമ്മൾ കൊടുക്കുന്നത് ClF3, IF3, ICl3, BrF3. ദെൻ XX-5 ആണെങ്കിൽ BrF5, ClF5, IF5 and IF5, XX-5. ഇനി XX-7 ആകുമ്പം IF7. ഓക്കെ. അതിൻ്റെ ജനറൽ മെത്തേഡ്സ് ഓഫ് പ്രിപ്പറേഷൻ ആണ് നമ്മൾ പറയുന്നത്. അതിൽ ക്ലോറിനും ഫ്ലൂറിനും നമ്മൾ 250 ഡിഗ്രി സെൽഷ്യസിൽ ഹീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ClF കിട്ടുന്നുണ്ട്. അതുപോലെ ക്ലോറിനും ഫ്ലൂറിൻ എക്സസ് ആയിട്ട് ഉപയോഗിച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ClF3 കിട്ടുന്നുണ്ട്. അതിൽ 250 ഡിഗ്രി സെൽഷ്യസ് ആണ് ഹീറ്റ് ചെയ്യുന്നത്. അതുപോലെ ക്ലോറിനും ഫ്ലൂറിൻ എക്സസും 350 ഡിഗ്രി സെൽഷ്യസിൽ ഹീറ്റ് ചെയ്യുമ്പോൾ ക്ലോറിൻ F5. ഓക്കെ. ദെൻ Br2 + 3F2 നൈട്രജൻ്റെ പ്രസൻസിൽ ട്രീറ്റ് ചെയ്യുമ്പോൾ BrF3. ദെൻ Br2 5F2 എക്സസ് ഫ്ലൂറിനാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. 200 ഡിഗ്രി സെൽഷ്യസിൽ ഹീറ്റ് ചെയ്യുമ്പോൾ BrF5. ദെൻ അയഡിനും ക്ലോറിൻ ലിക്വിഡാണ്, ലോ ടെമ്പറേച്ചറിൽ നമ്മൾ ഹീറ്റ് ചെയ്യുമ്പോൾ 2ICl. ദെൻ I2 അയഡിനും ഫ്ലൂറിനും ഫ്രിയോണിൻ്റെ പ്രസൻസിൽ നമ്മൾ ട്രീറ്റ് ചെയ്യുമ്പോൾ IF3. ഓക്കെ. ഇനി ഹയർ ഹാലജൻ ക്യാൻ ബി പ്രിപ്പയർഡ് ബൈ ദി റിയാക്ഷൻ ബിറ്റ്വീൻ എ ലോവർ ഇന്റർഹാലജൻ കോമ്പൗണ്ട് ആൻഡ് എ ഹാലജൻ. അപ്പോൾ നമ്മൾ ഇന്റർഹാലജൻ കോമ്പൗണ്ട്സും ഹാലജനും തമ്മിൽ റിയാക്ട് ചെയ്തിട്ട് നമുക്ക് ഹയർ ഹാലജൻ കോമ്പൗണ്ട്സ് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. അപ്പം ClFും ഫ്ലൂറിനും 250 ഡിഗ്രി സെൽഷ്യസിൽ ഹീറ്റ് ചെയ്യുമ്പോൾ ClF3. ദെൻ ClF3 + F2 350 ഡിഗ്രി സെൽഷ്യസിൽ ഹീറ്റ് ചെയ്യുമ്പോൾ ClF5. BrF3 + F2 200 ഡിഗ്രി സെൽഷ്യസ് ഹീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് BrF5. IF5ഉം F2ഉം 300 ഡിഗ്രി സെൽഷ്യസിൽ ഹീറ്റ് ചെയ്യുമ്പോൾ IF7. അതുപോലെ തന്നെ നമുക്ക് മെറ്റൽ ഹാലൈഡ്സ് തമ്മിൽ റിയാക്ട് ചെയ്തിട്ട് ഹാലജനും മെറ്റൽ ഹാലൈഡ്സും ഇന്റർഹാലജൻ കോമ്പൗണ്ട്സ് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. അതിന് എക്സാമ്പിളാണ് KBrഉം AgFും PbI2ഉം നമ്മളെ മെറ്റൽ ഹാലൈഡ്സ് ആണ്. അത് നമ്മൾ ഹാലജനായിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ ഹാലജനായിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ BrF5, IF5, IF7 നമുക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ.